ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ലോകമെമ്പാടും റോബോട്ടിക്സിന്റെ കടന്നുകയറ്റത്തോടെ തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് ആവലാതിപ്പെടുമ്പോൾ കേരളത്തിലെ റോബോട്ടിക് മേഖല തൊഴിൽ ദാതാക്കളാവുകയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കൊച്ചിയിൽ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ ഏകദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്കാണ് പുതിയ വ്യവസായ നയം പ്രാധാന്യം നൽകുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ മേഖലയിലേക്കുള്ള നിക്ഷേപ സാധ്യത കൂട്ടുകയെന്നതാണ് ഉദ്ദേശം. നൂതന സാങ്കേതിക വിദ്യയിൽ പ്രോത്സാഹനം നൽകാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഫലമാണ് മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളെന്നും അദ്ദേഹം വ്യക്തമാക്കി. This government, while working to carry forward the advancement in the social service sector, also trying to strengthen the industrial sector. After assuming the office, we have taken several steps, legislative steps, executive actions, to simplifying the process for starting an industry and running an industry in the state of Kerala. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അതിന്റെ തണലിൽ തൊഴിലവസരങ്ങളും ഉണ്ടാകുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗമാണ് കേരളത്തിലെ റോബോട്ടിക് മേഖലയുടെ ഉൽപ്പന്നങ്ങളിലധികവും. അതിനാൽ തന്നെ ഇതിന്റെ സാധ്യതകൾക്ക് വ്യാപ്തിയേറെയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇ ഗവേണൻസ്, ഡിജിറ്റൽ സാക്ഷരത, മൊബൈൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഡിജിറ്റൽ അന്തരം കുറവ്, രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസവ്യവസ്ഥ എന്നിവയിൽ കേരളം മുന്നിലാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിനു കീഴിലുള്ള KSIDC ആണ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. നൂതന സാങ്കേതിക വിദ്യയിൽ കേരളത്തെ ആഗോള ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത്. വ്യവസായ നയത്തിൽ മുൻഗണന നൽകുന്ന 22 മേഖലകളിൽ ഒന്നായാണ് റോബോട്ടിക്സിനെ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചടങ്ങിൽ സ്വാഗതമാശംസിച്ച വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറും KSIDC MD-യുമായ S. ഹരികിഷോർ പറഞ്ഞു. റോബോട്ടിക് വേൾഡിന്റെ വലിയൊരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. മന്ത്രി പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ഒരു മെഗാ ഇവന്റിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോബോട്ടിക് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നിന്നും ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം സ്വർണിമ ചേർത്തുമങ്ങാട്ട്. പെർപ്ലെക്സിറ്റി AI സെർച്ച് പ്ലാറ്റ്ഫോമിൽ പരസ്യങ്ങൾ നൽകുമെന്ന റിപ്പോർട്ട്. ഇതിനായി NVIDIA പോലുള്ള നിക്ഷേപകരിൽ നിന്ന് $62.7 മില്യൺ സമാഹരിച്ചു. 4-ാം പാദത്തോടെയായിരിക്കും പെർപ്ലെക്സിറ്റി AI അതിന്റെ പവർ സെർച്ച് പ്ലാറ്റ്ഫോമിൽ പരസ്യങ്ങൾ നൽകി തുടങ്ങുക. കഴിഞ്ഞ മാസം AI സ്റ്റാർട്ടപ്പ് പങ്കാളികളായ ടൈം, ഡെർസ്പൈങ്കിൾ, ഫോർച്യൂൺ എന്നിവയുൾപ്പെടെയുള്ള കമ്പനികളുമായി പരസ്യം നൽകുന്നതിനെ പറ്റിയും അതിന്റെ റവന്യൂ പങ്കിടുന്നതിനെ പറ്റിയും ചർച്ചകൾ നടന്നിരുന്നു. ChatGPT വന്നത് മുതൽ മറ്റ് സെർച്ച് എഞ്ചിനുകൾ AIയെ വെബ് സെർച്ച് എഞ്ചിനുകളുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. കൂടാതെ AIയുടെ വരവ് ഗൂഗിളിന്റെ ആധിപത്യത്തിന് ഭീഷണിയാണെന്നും ടെക് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതേ തുടർന്ന് മൈക്രോസോഫ്റ്റ് അതിന്റെ ആദ്യകാല നിക്ഷേപത്തിലൂടെ ബിങ് സെർച്ച് എഞ്ചിൻ OpenAI സാങ്കേതിക വിദ്യ സ്വീകരിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഡെവലപ്പർ കോൺഫറൻസിൽ ഗൂഗിൾ AI സംവിധാനങ്ങൾ പുറത്തിറക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. പെർപ്ലെക്സിറ്റി AI NVIDIA പോലുള്ള നിക്ഷേപകരിൽ നിന്നും Y Combinator CEO ഗാരി ഡാൻ, അൾട്ടിമീറ്റർ ക്യാപിറ്റൽ CEO ബ്രാഡ് എന്നിവരുൾപ്പെടെയുള്ള പുതിയ നിക്ഷേപകരിൽ നിന്നും $62.7 മില്യൺ സമാഹരിച്ചു. ഫണ്ട് റൈസിംഗ് റൗണ്ട് കമ്പനിയുടെ മൂല്യം $1 ബില്യൺ കൂടുതലായി കണക്കാക്കി. ഇത് 3 മാസം മുമ്പുള്ള മൂല്യത്തെക്കാളും ഇരട്ടിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിൾ iPad 10th ജെന്നിന് ഫ്ലിപ്കാർട്ടിൽ 30,000 രൂപയിൽ താഴെ വില. 34,900 രൂപ യഥാർത്ഥ വിലയുള്ള iPad എക്സ്ചേഞ്ച് ഓഫറിലൂടെ 27,000 രൂപയ്ക്കും കിട്ടും. കൂടാതെ ബാങ്കിൽ നിന്നുള്ള ഓഫർ ഉള്ളവർക്ക് 28,250 രൂപയ്ക്കും iPad ലഭ്യമാണ്. ആപ്പിൾ iPad 10th Gen 64 GB വൈഫൈ മോഡലാണ് വമ്പിച്ച ഓഫറിൽ ലഭിക്കുന്നത്. നിലവിൽ 31,250 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ. എന്നാൽ SBI ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് 3,000 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കും. ഫ്ലിപ്കാർട്ട് പ്ലസ് അംഗമാണെങ്കിൽ സൂപ്പർ കോയിൻസ് ഉപയോഗിച്ച് 100 രൂപ അധിക ഡിസ്കൗണ്ടും നേടാം. എക്സ്ചേഞ്ച് ഓഫറിലൂടെ 27,000 രൂപയ്ക്കും iPad സ്വന്തമാക്കാം. iPad 10th Genന് കരുത്തു പകരുന്നത് iPhone 12 സീരീസിന്റെ അതേ പ്രൊസസർ A14 ബയോണിക് ചിപ്സെറ്റാണ്. ഇത് iPadന്റെ പ്രവർത്തനം മികച്ചതാക്കുന്നു.
12 മെഗാ പിക്സൽ പിൻ ക്യാമറയും സെന്റർ സ്റ്റേജുള്ള ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുമാണ് മറ്റൊരു സവിശേഷത. ഈ ഐപാഡ് ജോലി ചെയ്യാനും പഠനത്തിനും ആശയവിനിമയത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ബജറ്റ് ഫ്രണ്ട്ലിയായ മികച്ച ഉപകരണമാണെന്ന് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ഭയപ്പെടുന്നുവെന്ന് ടൈലർ സ്വിഫ്റ്റിന്റെ AI സൃഷ്ടിച്ച ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ്. ടൈലർ ട്രംപിന് വോട്ട് ചെയ്യാൻ ആരാധകരോട് അഭ്യർത്ഥിക്കുന്ന AI സൃഷ്ടിച്ച ചിത്രം ഏറെ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചിരുന്നു. ട്രംപിനായി ആരാധകരോട് ടൈലർ വോട്ട് ചോദിക്കുന്ന ചിത്രം വൈറലാകുകയും പല വിവാദങ്ങൾക്കും വഴിതെളിക്കുകയുമായിരുന്നു. സമൂഹമാധ്യമങ്ങളിലെ ചർച്ചകളെ തുടർന്ന് ടൈലർ സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തുടർന്ന് ടൈലറിൽ നിന്ന് നിയമ നടപടിയെ ഭയപ്പെടുന്നുണ്ടോ എന്ന ഫോക്സ് ബിസിനസിന്റെ ചോദ്യത്തിന് ട്രംപ് പ്രതികരിക്കുകയായിരുന്നു. AI സൃഷ്ടിച്ച ചിത്രത്തെക്കുറിച്ചല്ലാതെ അവരെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഒപ്പം AIയെ ഭയപ്പെടുന്നുവെന്നും ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. AI ഉപയോഗിച്ച് കലാകാരന്മാരുടെ ചിത്രങ്ങളും ശബ്ദവും ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ടൈലർ നിയമ പോരാട്ടത്തിനൊരുങ്ങുമെന്നാണ് സൂചന. AIയുടെ അപകടങ്ങളെക്കുറിച്ച് ട്രംപ് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് തുടരുമ്പോൾ ഒരു കാലത്ത് AI മികച്ചതാണെന്ന് പറഞ്ഞ ട്രംപിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ AI പോലുള്ള സാങ്കേതിക വിദ്യയുടെ ഭീകരതയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.